മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ അപകട പരമ്പര. ഒരു ദിവസം 3 4 അപകടങ്ങളാണ് സംഭവിച്ചത്. ഇതിൽ ഒരു മരണവും സംഭവിച്ചു. വാഹനങ്ങളുടെ അമിത വേഗതയും മഴയും റോഡിൽ മതിയായ അപകട മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ കുറവുമാണ് പാതയെ അപകടക്കെണിയാക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ അടയ്ക്കാപുത്തൂർ സെന്ററിൽ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. എഴുവന്തല ചെമ്മൻകുഴി റഹ്മത്തങ്ങാടി കണ്ണീർപള്ളിയാലിൽ വീട്ടിൽ മുഹമ്മദ് കുട്ടിയാണ് മരിച്ചത്. രാവിലെ 6:30യോടെയാണ് അപകടമുണ്ടായത്. ചെർപ്പുളശ്ശേരി ഭാഗത്ത് നിന്നും പാലക്കാട് ഭാഗത്തേക്ക് ഇലക്ട്രിക് സ്കൂട്ടറിൽ പോവുകയായിരുന്നു മുഹമ്മദ് കുട്ടി. പാലുമായി വന്ന തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള പിക്കപ്പ് ലോറി സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. ഇതിനു പിന്നാലെ ഇതേ സെന്ററിൽ വെച്ചു തന്നെ 2 കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചും അപകടമുണ്ടായി. ഇതേ പാതയിലെ മേലെ പുഞ്ചപ്പാടം സ്കൂളിന് മുന്നിൽ വെച്ച് നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചാണ് 3ാമത്തെ അപകടം സംഭവിച്ചത്. തുടർന്ന് തിരുവാഴിയോട് കനാൽ പാലത്തിനു സമീപം വെച്ച് സ്വകാര്യ ബസും ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന വണ്ടിയും തമ്മിൽ കൂട്ടിയിടിക്കുകയും ബസ്സിലെ യാത്രക്കാർക്ക് നിസാര പരിക്കേൽക്കുകയും ചെയ്തു. വാഹനങ്ങളുടെ അമിത വേഗതയും ഡ്രൈവർമാരുടെ ശ്രദ്ധക്കുറവും പാതയിൽ ആവശ്യത്തിന് സൈൻ ബോർഡുകളോ വേഗത നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളോ ഇല്ലാത്തതുമാണ് ഈ അപകടങ്ങൾക്കെല്ലാം പ്രധാന കാരണം. മുണ്ടൂർ തൂത പാതയിലെ തുടർച്ചയായ അപകടങ്ങളിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. അടിയന്തരമായി ഈ പാതയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയില്ലെങ്കിൽ ഇനിയും വലിയ ദുരന്തങ്ങൾ ഉണ്ടായേക്കാമെന്നാണ് ജനങ്ങൾ ഭയപ്പെടുന്നത്. CCN കടമ്പഴിപ്പുറം.